ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫിക്സഡ് ഫീൽഡ് അല്ലേ, ഫിക്സഡ് ഫീൽഡ് ഓഫ് എ സെറ്റ് ഓഫ് ഓട്ടോമോർഫിസംസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന കുറച്ച് ഓട്ടോമോർഫിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് തന്നെയാണ്. സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസംസ്, സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസംസ്. ഓട്ടോമോർഫിസം എന്താന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സെറ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഫീൽഡിലെ അല്ലേ ഒരു ഓട്ടോമോർഫിസം ഫീൽഡ് തിയറിയിലാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഓട്ടോമോർഫിസം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസംസ് ഓഫ് എ ഫീൽഡ് E. Set of all automorphisms of a field E is a group under അവിടുത്തെ ഓപ്പറേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അണ്ടർ ഫങ്ഷൻ കോമ്പോസിഷൻ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെന്നറിയാം അല്ലേ. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമോർഫിസത്തിൻ്റെ ഇയിൽ നിന്ന് ഇയിലോട്ടുള്ള ഐസോമോർഫിസം, ഇ എന്ന് പറയുന്നൊരു ഫീൽഡിൽ നിന്ന് അതിലോട്ട് തന്നെയുള്ള ഐസോമോർഫിസത്തിൻ്റെ കളക്ഷനാണ് നമ്മളുടെ കയ്യിലുള്ളത്. അതിനകത്ത് നമ്മളൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഏതാണ്? ഫങ്ഷൻ കോമ്പോസിഷൻ. ഓട്ടോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൈജക്റ്റീവ് ഫങ്ഷൻ ഫ്രം ഇ ടു itself which satisfies the ഹോമോമോർഫിസം പ്രോപ്പർട്ടി അല്ലേ. സോ ഒരു ബൈജക്റ്റീവ് മാപ്പാണ്, ഒരു പെർമ്യൂട്ടേഷൻ ആണ്. എ പെർമ്യൂട്ടേഷൻ ഓൺ ഇ ആണ് ഒരു ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. ആ പെർമ്യൂട്ടേഷൻ എന്താവണം? ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ബൈജക്റ്റീവ് ഫംഗ്ഷൻ വരുന്ന നിങ്ങൾ കളക്ഷൻ ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ കുറച്ച് റിസൾട്ടൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള ഓട്ടോമോർഫിസത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇസ് എ ഗ്രൂപ്പ് എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഗ്രൂപ്പാണെന്ന് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇപ്പൊ രണ്ട് ഓട്ടോമോർഫിസംസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ σ1 σ2 എന്ന് പറയുന്ന രണ്ട് ഓട്ടോമോർഫിസംസ് ഓൺ നമ്മളിപ്പോൾ കളക്ഷൻ ഓഫ് ഓൾ ഓട്ടോമോർഫിസംസ് എന്ന് പറയുന്നത് ഓട്ട് ഇ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ σ1 σ2 രണ്ട് എലമെന്റ്സ് ആണ് ഓട്ട് ഇയിലെങ്കിൽ σ1 കോമ്പോസിഷൻ σ2 എന്താണ്? ഒരു ഓട്ടോമോർഫിസം ഓൺ ഇ ആണ് അല്ലേ. അതുപോലെ ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താ? ക്ലിയർലി അസോസിയേറ്റീവ് ആണല്ലോ. അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ പൈ ഫ്രം ഇ ടു ഇ ഡിഫൈൻഡ് ബൈ ഐ ഓഫ് എ is equal to a. ഇതൊരു പെർമ്യൂട്ടേഷൻ ഒരു ഓട്ടോമോർഫിസം ആണ് അല്ലേ. സോ ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ഓൾസോ ഐഡന്റിറ്റി ഓട്ടോമോർഫിസം ഓൾസോ ബിലോങ്സ് ടു ദിസ് ഗ്രൂപ്പ്. നോക്കൂ, ഇത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം നോക്കൂ. സിഗ്മ എന്ന് പറയുന്ന ഒ ടിയിൽ ഒരു എലമെന്റ് എടുക്കുന്നു. സിഗ്മ കോമ്പോസിഷൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയിൽ നിന്ന് ഇയിലോട്ടാണെന്നറിയാം, ഓട്ടോമോർഫിസം എന്നറിയാം. സിഗ്മ കോമ്പോസിഷൻ ഐ ഓഫ് എ എന്താ വരിക? ഫോർ എ ബിലോങ്സ് ടു ഇ എന്താ വരിക? സിഗ്മ ഓഫ് ഐ ഓഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഓഫ് എ എന്താണെന്നറിയാം, സിഗ്മ ഓഫ് എ അല്ലേ. അപ്പൊ എന്ത് കിട്ടി? ഫോർ എവറി എ ബിലോങ്സ് ടു സിഗ്മ കോമ്പോസിഷൻ ഐ എന്ന് പറയുന്നത് സിഗ്മയാണ്. അതുപോലെ തിരിച്ചും എടുക്കാം, ഐ കോമ്പോസിഷൻ സിഗ്മ എന്ന് പറയുന്നത്. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. അതുപോലെ സിഗ്മ ഉണ്ടെങ്കിൽ സിഗ്മ ഇൻവേഴ്സും എന്താണ്? സിഗ്മ ഒരു ഓട്ടോമോർഫിസം ആണെങ്കിൽ സിഗ്മ ഇൻവേഴ്സ് ഇസ് ഓൾസോ ആൻ ഓട്ടോമോർഫിസം ഓൺ ഇ. Okay, so the collection of all automorphisms of a field E is a group under function composition. Okay, and അത് ആരുടെ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം. നോക്കൂ, എസ് ഇ എന്ന് പറയുന്ന നൊട്ടേഷനെ ഞാനിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ SN എന്ന് പറയുന്ന നൊട്ടേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. വാട്ട് ഈസ് മെയിൻ ബൈ ദി സിംബൽ SN ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദി symmetric group of all permutations on n letters. So SC means it is the symmetric group of all permutations on E, set E.
Okay, so here we proved that the collection of all automorphisms on E itself is a group. You know that it is a subset of SC. അല്ലേ, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിന്റെ സബ്സെറ്റ് ആണ്, ഇറ്റ്സെൽഫ് ഒരു ഗ്രൂപ്പാണ്. സോ ഇറ്റ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് SE. ഓക്കെ, അപ്പൊ അതാണ്, അത് വളരെ ഒരു എന്താ പറയുക, ചെറിയൊരു റിസൾട്ടാണ്. നിങ്ങൾക്കത് പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു റിസൾട്ടുമാണ് കേട്ടല്ലോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത്, ഒരു ഫീൽഡ്, ഇതുപോലെ നമ്മളൊരു ഫീൽഡ് E എന്ന് പറയുന്ന ഒരു ഫീൽഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്. F എന്ന് പറയുന്ന അതിൻ്റെ ഒരു സബ് ഫീൽഡ് പറയുന്നുണ്ട്. F ഇസ് എ സബ് ഫീൽഡ് ഓഫ് E. ദെൻ ഒരു സിമ്പിൾ വരുന്നുണ്ട് കേട്ടോ. ദെൻ ഇതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. G ഓഫ് E ഓവർ F എന്ന് പറയുന്ന ഇതൊരു സെറ്റാണ്. ഈ സെറ്റിനകത്ത് വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇതൊരു സിമ്പിള്. ഇനി നമ്മൾ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിസൾട്ടുകളെല്ലാം ഈ ഒരു സിമ്പിളിനെ ബേസ് ചെയ്ത് വരുന്ന റിസൾട്ടുകളാണ്. സോ G ഓഫ് E ഓവർ F ഇസ് ദി സെറ്റ് ഓഫ് ഓൾ automorphisms on E leaving F fixed. leaving F fixed എന്ന് പറഞ്ഞാൽ എന്താ, എഫിലെ ആളുകളെ അതേ എലമെന്റിലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കുന്നു. അങ്ങനെയുള്ള ഇയിലെ ഇയിൽ നിന്ന് ഇയിലോട്ടുള്ള ഐസോമോർഫിസത്തിന്റെ കളക്ഷനാണ് G ഓഫ് E ഓവർ F കൊണ്ട് ഉദ്ദേശിക്കുന്നത്. F എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സബ് ഫീൽഡ് ഓഫ് E. G ഓഫ് E ഓവർ F മീൻസ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസംസ് ഓൺ E leaving F fixed. Okay, now we will show that this will form a group under ഇതിലത്തെ എലമെന്റുകൾ ആരാ, ഓട്ടോമോർഫിസംസ് ആണ്. സോ ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യണമെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ആരുടെ സബ് ഗ്രൂപ്പ് ആയിരിക്കും നോക്കൂ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഇവിടെ എന്താ, സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം OTE എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് SE പറഞ്ഞു അല്ലേ. ഇനി ഇതൊരു സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, G ഓഫ് E ഓവർ F അല്ലേ, സബ് ഗ്രൂപ്പ് ഓഫ് OTE. ഓക്കെ, so to prove G of E over F itself is a group under function composition, we have to verify some group axioms. ഓക്കെ, അപ്പൊ ഇതൊരു ഗ്രൂപ്പാണെന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ റിങ്, ഫീൽഡ്, വെക്ടർ സ്പേസ് ഇതൊക്കെ പറയുമ്പോൾ E is a വെക്ടർ സ്പേസ് ഓവർ F അല്ലേ. അതായത് ഓവർ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ വെക്ടർ സ്പേസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് പറയുന്ന സമയത്ത് ഇതൊരു ഗ്രൂപ്പാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓട്ടോമോർഫിസംസ് ഓഫ് E. നമുക്കറിയാം ലീവിങ് F ഫിക്സഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ചുരുക്കി നമ്മൾ എന്ത് പറയും, ഗ്രൂപ്പ് ഓഫ് E ഓവർ F. ഗ്രൂപ്പ് ഓഫ് G ഓഫ് E ഓവർ Fന് ഗ്രൂപ്പ് ഓഫ് E ഓവർ F. കിട്ടിയോ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇറ്റ്സെൽഫ് ഒരു ഗ്രൂപ്പാണെന്ന് കാണിക്കാൻ നമ്മൾക്ക് എന്തെല്ലാം പ്രൂവ് ചെയ്യണം, നേരത്തെ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണ് നമ്മൾക്ക് കാണിക്കേണ്ടത്. അപ്പൊ അത് ആദ്യം ചെയ്യണം. അത് കൂടാണ്ട് ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫിക്സഡ് ഫീൽഡ് എന്ന് പറയുന്നത് എഫിനെ കണ്ടെയ്ൻ ചെയ്യും. എന്താണ് ഫിക്സഡ് ഫീൽഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം അല്ലേ. എന്താണ് ഫിക്സഡ് ഫീൽഡ്? ഫിക്സഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കളക്ഷൻ ഓഫ് ഐസോമോർഫിസംസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് S എന്ന് പറയുന്നത്. ആ കളക്ഷൻ എന്ന് പറയുന്ന ഐസോമോർഫിസംസ് ഫ്രം E ആണെന്ന് വിചാരിക്കുക. E എന്ന് പറയുന്ന ഫീൽഡ്. ഫിക്സഡ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ഫീൽഡ് ഓഫ് ദാറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ E that are leaves such that the elements in the collection of isomorphisms leaves those elements fixed. അങ്ങനെയുള്ള ഈ എലമെന്റുകളുടെ കളക്ഷൻ, അതാണല്ലോ ഫിക്സഡ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഹിയർ വി ഹാവ് ടു ഷോ ദാറ്റ് F is less than or equal to ഇതിന്റെ ഫിക്സഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ G ഓഫ് E ഓവർ F. ഇവിടെ കളക്ഷൻ ഓഫ് ഐസോമോർഫിസംസ് പറയുന്നത് G ഓഫ് E ഓവർ F ആണ്. എവിടെ നിന്ന് എവിടേക്കുള്ള ഐസോമോർഫിസംസ് ആണ് ഇത്, ഇയിൽ നിന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഫിക്സഡ് ഫീൽഡ് എഫിനെ കണ്ടെയ്ൻ ചെയ്യണമെന്ന് കാണിക്കുന്നത്. അത് വളരെ ട്രിവിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, എങ്കിലും നമുക്ക് ആദ്യം ഇത് പ്രൂവ് ചെയ്യണം. സെറ്റ് ഓഫ് ഓൾ ദിസ് ഇസ് എ ഗ്രൂപ്പ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം.
and that group is known as the group of E over F, or it is the collection of all automorphisms on E leaving F fixed. കിട്ടിയോ? അപ്പം നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം അല്ലേ? ഫംഗ്ഷൻ കോമ്പോസിഷനാണ് ഇതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഓപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇത് ക്ലോസ്ഡ് ആണെന്ന് തെളിയിക്കണം. ഇത് ക്ലോസ്ഡ് ആണെന്ന് എങ്ങനെ തെളിയിക്കുക? അതിൽ 2 എലമെന്റ്സ് എടുക്കുക, സിഗ്മ 1ഉം സിഗ്മ 2. എവിടെയുണ്ട്? ബിലോങ്സ് ടു ജി ഓഫ് ഇ ഓവർ എഫ് ആണെന്ന് വിചാരിക്കുക അല്ലേ? നമുക്ക് എന്ത് തെളിയിക്കണം? സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 ഓൾസോ ബിലോങ്സ് ടു ജി ഓഫ് ഇ ഓവർ എഫ് എന്ന് കാണിക്കണം അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം ഇതിലൊരു എലമെന്റ് എന്ന് പറയുന്നത് എന്താ? ഓട്ടോമോർഫിസം ഓൺ ഇ ലീവിങ് എഫ് ഫിക്സഡ് ആണ്. അപ്പൊ സിഗ്മ 1 സിഗ്മ 2 ജി ഓഫ് ഇ ഓവർ എഫിൽ ഉണ്ടെങ്കിൽ അത് ഓട്ടോമോർഫിസം ഓൺ ഇ ആണെന്ന് അറിയാം അല്ലേ? അപ്പൊ സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 എന്ന് പറയുന്ന ഓട്ടോമോർഫിസം ഓൺ ഇ ആണ്. അത് ലീവിങ് എഫ് ഫിക്സഡും കൂടെ ആണെങ്കിൽ ഈ കോമ്പോസിഷനും ഇതിനകത്തുണ്ടാവും. അപ്പൊ ലീവിങ് എഫ് ഫിക്സഡ് എന്ന് കാണിക്കാൻ എന്താ ചെയ്യുക? സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 ഓഫ് എ ബിലോങ്സ് ടു എഫ്. എന്താ വരിക? സിഗ്മ 1 ഓഫ് സിഗ്മ 2 ഓഫ് എ. Sigma 2 belongs to this means sigma 2 leaves F fixed. So if we take an element from F, sigma 2 leaves that element fixed. So what will happen to this element? Sigma 1 of A. Sigma 1 also belongs to this group. So that also fixes the elements in F. So sigma 1 of A is. So sigma 1 composition sigma 2 leaves F fixed. So if sigma 1 and sigma 2 are elements from G of E over F, its composition sigma 1 composition sigma 2 also belongs to G of E over F. So it is G of E over F is closed under function composition. Now we have to verify group axioms. Okay, function composition is associative. Also what we need to show, we have to show that the inverse 4 elements exist in G of E over F. Identity element exists. Okay, so what about the identity element? You just take the identity permutation from E to E. What about this I of A is equal to A for every A belongs to E. Okay, so if you know that F is a subfield of E, for every A belongs to E, you know that I of A is equal to A. So for A belongs to EF, I of A equal to A. That means I leaves F fixed. So I also belongs to G of E over F. So G of E over F has a multiplicative multiplication means function composition identity. Now it is remains for us to show that the inverse for an element, inverse for each element is also in G of E over F. So you just take an arbitrary element from G of E over F. Okay, so this belongs to G of E over F means this is an automorphism on E leaving F fixed. Okay, so what it indicates, it is an automorphism on E leaving F fixed. Okay, inverse of an automorphism എന്ന് പറയുന്നത് എന്താ? ഓട്ടോമോർഫിസം എന്നറിയാം. അപ്പോൾ സിഗ്മ ഇൻവേഴ്സും ഒരു ഓട്ടോമോർഫിസം ആണ്. അത് ലീവിങ് എഫ് ഫിക്സഡ് ആണോ? രണ്ട് സൈഡും ഇവിടെ സിഗ്മ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുമോ? അപ്പോൾ എന്താ വരുന്നത്? കോമ്പോസിഷൻ എടുക്കുക. സിഗ്മ ഇൻവേഴ്സ് ഓഫ് എ എന്താ വരിക? ഐ ഓഫ് എ വരും. അപ്പോൾ സിഗ്മ ഇൻവേഴ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ ഫോർ എവറി എ ബിലോങ്സ് ടു എഫ്. That means sigma inverse is also an automorphism on E leaving F fixed. So sigma inverse also belongs to G of E over F. So your G of E over F, the collection of all automorphisms on E leaving F fixed itself is a group. Okay, and you know that this is a subset of what? This is a subset of OT. OT is subset of SC. So we know we proved that the group of E over F is a subgroup of OT, and OT is a subgroup of symmetric group of all permutations on
E. Okay, now it remains for us to show that our fixed field Eg of E over F contains F. Okay, how we will show that F is contained in Eg of E over F? You just take an arbitrary element from F. To show that F is contained in Eg of E over F. What is Eg of E over F? Fixed field of G of E over F is what? It is a set of all elements in E fixed under all elements in G of E over F. Sigma of A is equal to A for every A belongs to for every sigma belongs to G of E over F. Okay, so if you take an element from F, what will happen to this element under the elements of G of E over F? G of E over F means what? It is the collection of all automorphisms on E leaving F fixed. So if you take an arbitrary element from G of E over F, what will happen to this element? Sigma belongs to G of E over F means sigma is an automorphism on E leaving F fixed. So if you take A from F, what will happen to this A under this sigma? Sigma of A is equal to A. So this A belongs to where this A belongs to Eg of E over F. So F is contained in Eg of E over F. Okay, that means the fixed field of group of all automorphisms on E leaving F fixed contains the field F. Okay, is it clear? Okay.